വെറുതെ ആയിപ്പോയി. സൂര്യ അടിപൊളിയാണ്, സൂര്യയുടെ മേക്ക് ഓവറും അഭിനയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അധികം ഓവറാണ്. A child play actually, like giving those properties and asking them to do some dramas. Like it was good. Flashback la ellame it was good. വെൽക്കം ബാക്ക്. 2.5 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൂര്യ തിരിച്ചെത്തിയിരിക്കുകയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് ആൻഡ് ബിഗ് ബഡ്ജറ്റ് മൂവി ഓഫ് ഇന്ത്യ, കങ്കുവ. അപ്പോൾ ഡബിൾ റോളിലൊക്കെയാണ് സൂര്യ ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇഷ്ടംപോലെ ക്യാമിയോസും പല പല റൂമേഴ്സൊക്കെ ആയിട്ട് പ്രൊമോഷനിൽ കൂടെ വൻ ഹൈപ്പാണ് സിനിമ ഇതുവരെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അയർലൻഡ് ഡബ്ലിനിലാണ്. നാട്ടിലെക്കാട്ടിയും 1 മണിക്കൂർ മുമ്പാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. അപ്പോൾ സിനിമ ഇറങ്ങിയ പ്രേക്ഷകരുടെ റിവ്യൂ ആണെന്ന് ചോദിച്ചു നോക്കാം. നേരെ ഫസ്റ്റ് ഡേ കങ്കുവ റിവ്യൂ. ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒന്നും പറയാനില്ല. കാരണം കാണാൻ പോയി ആൾക്കാർ കാണണമെന്ന് ഒന്നുകൂടെ ആലോചിക്കുക. അത്രയും മോശമാണോ? മോശമൊന്നുമില്ല, സ്ക്രിപ്റ്റ് വലിയൊരു ഗുണമില്ല. എത്ര പ്രൊമോഷൻ എത്ര ഹൈപ്പ് കൊടുത്ത ഒന്നുമില്ല, അതിനുള്ള ഒന്നും ഇല്ലായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. Like 2.5 years we are waiting for seeing a movie, like Surya movie in the theater. So how was the experience after this much waiting? Well, if you want a good movie, you have to keep waiting. It's very bad. Yeah, we came with good expectation, but it's not. What is the reason? Give me a detail to you. Like the story was not of the match. Everything was not good, bro. Everything was bad, I guess. I think it didn't attach for me. So like, how was the performance of the? Performance was good, but like the storyline was really bad. Really bad. Everyone told about the cameo. So is this correct? No, don't reveal that, bro. That's a suspense in the movie. That's only suspense. That's a big suspense. Yeah, you should not reveal that. Yeah. Comedy ആണോ? ഒരു രാവിലെ ഉറക്കമുള്ള സിനിമ ആണ്. വെറുതെ ആയിപ്പോയി പടം. ഇത്രയും സൂര്യ മറ്റേ ലുല്ലുമോളിലും എല്ലായിടത്തും പ്രൊമോഷൻ കൊടുത്തിട്ട് നമ്മൾ മ്യൂസിക് കൊള്ളത്തില്ല, ഒരു കുന്തവും കൊള്ളത്തില്ല, കാര്യമായിട്ട് കൊള്ളത്തില്ല കേട്ടോ. ടോട്ടലി ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ആക്കാവുന്ന സ്റ്റോറിയെ ഇത്രയും വൃത്തിയേടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്ഷനിലാണോ പോരായ്മ അതോ കഥയിലാണോ? കഥയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോറി ആയിരുന്നു. പക്ഷെ അതിൽ എന്തൊക്കെയോ കുറെ പോരായ്മകൾ എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നു. സൂര്യൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് പോലുമില്ല അതിൻ്റെ അകത്ത്. ഇല്ല, സൂര്യയുടെ പെർഫോമൻസ് നോക്കുമ്പോഴത്തേന് സിനിമ കാണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ചുമ്മാ എന്തൊക്കെയോ വന്ന് കാണിച്ചിട്ട് പോയിരിക്കുന്നു. പിന്നെ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നത് ഇതോടുകൂടി മതി. സൂര്യ അടിപൊളിയാണ്, സൂര്യയുടെ മേക്ക് ഓവറും അഭിനയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു കഥയില്ലാതാണ് തോന്നിയത്. കഥയില്ല, നമ്മള് ഭയങ്കര ലാഗടിക്കും. കങ്കുവ അലയ്ക്കുന്നതല്ല, വേറൊന്നുമില്ല. അപ്പൊ ആ ഡബിൾ റോളൊക്കെ വരുന്നത് ഒരു മിസ്റ്ററായിട്ടൊന്നും ഇല്ല, പ്ലെയിൻ സ്റ്റോറിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സംഭവമല്ലോ. വൺ ടൈം വരുന്ന തിയേറ്ററിൽ കാണാനുള്ളത് അങ്ങനെയുണ്ട്. വലിയ മനയില്ല. കാരണം എന്താ, 2.5 വർഷത്തിന് ശേഷം നമ്മളൊരു അടിപൊളി മൂവി കാണാൻ വേണ്ടി കാത്തിരുന്നതാണ് സൂര്യയുടെ. എന്നിട്ട് അങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? രാത്രി ഉറക്കളച്ച് വന്ന് വെറുതെ ഞാൻ തോന്നി. അവിടെ കുറച്ചു നേരം ഉറങ്ങി ചെറുതായിട്ട്. അങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എല്ലാ കാര്യമില്ല. എന്താ കാരണം, റീസൺ എന്താ പറയാ? നല്ലൊരു റിവ്യൂ അധികം ഓവറാണ്. ആര് സൂര്യ ഫാൻ? I'm Surya fan. Even my name is Surya. So I am biggest fan of Surya, but it's totally disappointing. No, it's like a child play actually, like giving those properties and asking them to do some dramas like that. It was looking like that only. ഭയങ്കര ഹൈപ്പിൽ വന്നതാണ്, അതിനനുസരിച്ചിട്ടൊന്നും ഇല്ല പടം. പിന്നെ ഞാനൊരു സൂര്യ ഫാനാണ്, പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇവിടെ 3D അല്ല. അപ്പൊ 2.5 വർഷം കാത്തിരുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞു. 2 വർഷം കാത്തിരുന്ന പടം തിയേറ്ററിൽ കാണാണ്ട്, പക്ഷെ നമ്മളതിന് പറയാൻ മാത്രമൊന്നുമില്ല. It was good. It was a very good movie. எனக்கு பிடிச்சிருந்துச்சு. ஃப்ளாஷ்பேக் நல்லா இருந்துச்சு. So like Surya fan ആണ്? Yeah, Surya fan. So you are waiting for so many years for seeing Surya on big screen. So Yeah. What's the wait up to expectations? Yeah, it was good. So like why are you crying saying that good? இல்ல, அந்த கொஞ்சம் கரண்ட் சீன்ஸை தவிர்த்திருக்கலாம். பிரசன்ட் சூர்யான்னு ஒன்று காமிச்சாங்க, அதெல்லாம் தவிர்த்திருக்கலாம். ஃப்ளாஷ்பேக் நல்லா இருந்துச்சு. It was good. ஃப்ளாஷ்பேக்ல எல்லாமே it was good. Random, he just ruined the whole movement. Random kid who is useless. He doesn't even know acting. I think he should be an Nepo kid or something. Yeah, he just came up and like ruined the whole movie. Oh, everyone was laughing in the theater. No one could watch him when they acting. Dude. അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാണാം.
കാണണ്ടായിരുന്നു. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ട് പോയിട്ട് കാര്യം അങ്ങനത്തെ ഉണ്ടോ? വിഷ്വൽസും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. അപ്പം സൂര്യയുടെ ഒരു 2.5 ഇയേഴ്സിന് കഴിഞ്ഞിട്ടുള്ള ഒരു ബിഗ് ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് എല്ലാവരും വെയിറ്റിരിക്കുന്നതാണ്. അപ്പം ഫാൻസിന് ലൈക്ക് ഉള്ള സാധനത്തുണ്ടല്ലേ, ലൈക്ക് സൂര്യയുടെ ഇത്ര പ്രൊമോഷൻ കൊടുത്ത ഹൈപ്പുള്ള സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, സൂര്യയുടെ ലുക്കും സംഭവം ഉണ്ടായിരുന്നു. സോ ഇനി ഏതായാലും ഏറ്റവും ചെയ്യാത്തൊരു സംഭവം ഉണ്ട് ലാസ്റ്റ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാ? ലൈക്ക് ആ പീരിയോഡിക് റോൾ ആണോ അതോ അതാണ് കൂടുതലും പടത്തിലുള്ളത്. ഇഷ്ടപ്പെട്ടു? 80% പടത്തിൽ പീരിയോഡിക്കാണ്. ആണ്. ഫ്രണ്ട്സ്, കങ്കുവയുടെ ഫസ്റ്റ് ഡേ റിവ്യൂ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീട്ടിൽ കാണുന്നവരേക്കും ബൈ.